മുനമ്പവും പിടിച്ചുകൊണ്ട് കാസ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആരെങ്കിലുമൊക്കെ പോയി അവിടെ നോക്കണേ. കാസ നിലവിളിക്കുന്നത് ഇപ്പോൾ ആരും അത്ര ശ്രദ്ധിക്കുന്നില്ല. ലത്തീൻ സമുദായത്തിൽപ്പെട്ട സഹോദരന്മാർ പോലും അത്രമേലങ്ങ് ശ്രദ്ധയോടെ കേൾക്കുന്നുമില്ല. കാര്യങ്ങളൊക്കെ കുറേശ്ശെ അവർക്ക് മനസ്സിലായി വന്നിരിക്കുന്നു. ഏതായാലും കാസയുടെ കുറിപ്പ് കണ്ടപ്പോൾ അവിടെ ഈ ലത്തീൻ കത്തോലിക്ക സംഘടനകൾ പലരും കോൺഗ്രസുമായും ലീഗുമായും ചേർന്ന് ചിലതൊക്കെ ഒറ്റാൻ പോകുന്നു, ഓടി ഒളിക്കുന്നു, സമരപ്പന്തലിൽ ആളിനെ കാണുന്നില്ല. ഇതൊക്കെയാണ് കാസയുടെ ദുഃഖം, അല്ലെങ്കിൽ കാസയുടെ കണ്ണീർ. നമ്മൾ സാധാരണ ഈജിപ്തിൻ്റെ കണ്ണീർ എന്നൊക്കെ പറഞ്ഞ് ചിലതൊക്കെ പറയുന്നത് പോലെ മുനമ്പം എന്ന് പറയുന്നത് കാസയുടെ കണ്ണീർ പോലെ ആ മുനമ്പത്തെ കടലിലെ ഓരോ ജലത്തുള്ളികളും നിങ്ങളുടെ ഓർമ്മയിൽ അങ്ങനെ തങ്ങി നിൽക്കട്ടെ. എന്തെല്ലാമോ വിറ്റെടുക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും നടക്കാതെ പോയ പാവം മനുഷ്യരെ ഒരു കാര്യവുമില്ലാതെ വല്ലാതെ അജിറ്റേറ്റ് ചെയ്ത് മറ്റൊരു ലോകത്തേക്ക് എത്തിച്ച ഒരു സമരത്തിൻ്റെ കഥയുടെ പരിണിതിയാണ് കാസയുടെ ഈ നിലവിളി. കാസയുടെ പേജിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഒരുപാടുണ്ട്, എല്ലാം കൂടെ ഒന്നും വായിക്കാനൊക്കില്ല. കാസ സാധാരണ മെഴുകുമ്പോൾ ഒരുപാട് മെഴുകി പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുറിപ്പ്. മുനമ്പം വഖഫ് വിരുദ്ധ സമരം പൊളിക്കുവാൻ വരാപ്പുഴ രൂപതയുടെ സപ്പോർട്ടോടുകൂടി KLCA, KRLCA എന്നീ ലത്തീൻ സഭാ സംഘടനകളുടെ ശ്രമം. പിന്നിൽ കോൺഗ്രസും മുസ്ലിം ലീഗും. അവഗണിച്ചവരുടെയും വില കുറച്ച് കണ്ടവരുടെയും എല്ലാം കണക്കൂട്ടലുകളെ തെറ്റിച്ച ഒന്നായിരുന്നു മുനമ്പം വേളാങ്കണ്ണി മാതാപ്പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിൽ കെട്ടിയ സമരപ്പന്തലും അവിടെ നടന്നു വന്ന സമരവും. പാർലമെൻറ്റിലും വരെ തരംഗമായി ഇത് മാറിയത്രേ. ഞങ്ങളുടെ നാട്ടിൽ തരംഗമെന്നും പറഞ്ഞൊരു തിയേറ്ററുണ്ട്. കൃഷ്ണ എന്നും പറഞ്ഞുണ്ടായിരുന്നു, TMB എന്നും പറഞ്ഞുണ്ടായിരുന്നു, ലീല എന്നും പറഞ്ഞുണ്ടായിരുന്നു. ചിലതൊക്കെ പൊളിച്ചു. ഇവിടെ ഈ തരംഗം കേട്ടപ്പോൾ എനിക്കതാ ഓർമ്മ വന്നത്. പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയും മുനമ്പം സമരവും പരസ്പരം സഹായിക്കപ്പെട്ടു. എന്തോ സഹായിക്കപ്പെട്ടു? ഒന്നും സഹായിക്കപ്പെട്ടില്ലെന്ന് അവിടെ വന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അതും ഒരു പെടലാണ്. ബോധ്യപ്പെട്ടു. ഇപ്പോൾ ഏതായാലും ഒരുപാട് എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നതാണ് രസമുള്ളത്. മുനമ്പം സമരം പൊളിക്കാൻ ലത്തീൻ സഭാ സംഘടനകളുടെയും വരാപ്പുഴ രൂപതയുടെയും സഹായത്തോടെ കോൺഗ്രസ് ശ്രമം. സ്വന്തം ജനത്തിൻ്റെ പ്രശ്നത്തെക്കാൾ സഭാ നേതൃത്വത്തിന് വലുത് കോൺഗ്രസ്സുകാരുടെയും മുസ്ലിം ലീഗിൻ്റെയും താൽപ്പര്യങ്ങൾ. മുനമ്പൻ ജനത സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു. ആളൊഴിഞ്ഞു സമരമുഖം. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി, 1000 തേരൊരുങ്ങി, കാണുവാൻ കണിനുകരാനിതുവഴിവാ. ഈ പാട്ട് പാടുക. അവിടെയുള്ള ആളുകൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് അവർ പോയി തുടങ്ങി. അതിൻ്റെ ഭാഗമായാണ് അവർ സംസ്ഥാന സർക്കാരിനെ കണ്ടതും അതുപോലെ തന്നെ കമ്മീഷനുമായി ബന്ധപ്പെട്ട സംഗതികളിൽ ഒരു ഒത്തുതീർപ്പുണ്ടാകണമെന്നും അവർക്ക് ന്യായമായ ചില സംഗതികൾ സാധിച്ചു കൊടുക്കണമെന്നും അതവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണെന്നും ഒക്കെ പറഞ്ഞ് അവർ അതിനൊക്കെ ആളുകളെ കാണാൻ പോയിരിക്കുക. ഇനി ഇവിടെ നിങ്ങൾ കൊണ്ടുവരുന്ന നേതാക്കളെ കാണാൻ പോയി അവിടെ ഇരുന്നാൽ അറബിക്കടലിൽ ഇത് മുക്കിത്താഴ്ത്തുമെന്ന് പറഞ്ഞ സാക്ഷാൽ സുരേഷ് ഗോപിയും വിജയ് ദിവസ് ആഘോഷിച്ച നമ്മുടെ ഇപ്പോഴത്തെ BJP സംസ്ഥാന അധ്യക്ഷനും അടക്കമുള്ള ആളുകൾ വരുന്നതും കാത്തിരുന്നാൽ ഈ പറഞ്ഞതുപോലെ ആകാശത്തേക്ക് നോക്കി പറക്കുന്നില്ല പരുന്തിനോട് ചോദിക്കുന്നത് പോലെ മാനം നോക്കി സഞ്ചാരം അതിനി താല്പര്യമില്ലെന്നാണ് ലത്തീൻ സമുദായത്തിലെ മക്കൾ സൂചിപ്പിച്ചത്. അതുകൊണ്ട് അവർ അവിടെ ഇരുന്ന് വെയിൽ കൊള്ളാതെ നിങ്ങൾ ആ കൂട്ടിയിരുത്തിയിരുന്ന് കാണിച്ച അഭ്യാസങ്ങൾക്കൊന്നും വലിയ വിലയില്ലെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വിശ്വാസമുള്ള പരിഹരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയ സ്ഥലത്തേക്ക് പോയി. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കരയരുത് കാസേ. ആ കണ്ണീർ മുനമ്പത്തെ കടലിൻ്റെ അതിൻ്റെ സ്വാഭാവികതയെ വല്ലാതെ നശിപ്പിച്ചു കളയും എന്ന് മാത്രമല്ല, വിദ്വേഷത്തിൻ്റെ വിഷം ഒരു തുള്ളി അതിൽ വീണാലും ആ കടലിലെ ജീവികളെല്ലാം ചത്തു പൊങ്ങുകയും ചെയ്യും.